ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുഞ്ഞൂസ് വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് നെയ്ച്ചോറാണ് നോമ്പ് തുറക്കാനുണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ വീഡിയോസായിട്ടാണ്. ആദ്യം നമ്മൾ സവാള ഇതുപോലെ ഒരു ഓട്ടുരുളിയിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ അതൊന്ന് വറുത്ത് കോരിയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മളൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫുള്ളിൽ തന്നെ തീയിട്ടിട്ട് വേണം ഇത് നമുക്ക് വറുത്തെടുക്കാൻ. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ അരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ചോറ് വേവിക്കാനുള്ള വെള്ളമാണ് വെച്ചിരിക്കുന്നത്. അതിൽ കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, പട്ട ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഒന്ന് നമ്മൾ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉപ്പുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. പിന്നെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ ഇതുപോലെ ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോറ് ഒട്ടിപ്പിടിച്ച് പോകാതിരിക്കുന്നത്, അതായത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ സവാള ഇവിടെ വറുത്ത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. നമ്മളൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ കോരണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ അത് ഉണങ്ങി നല്ല കറക്റ്റ് പരുവത്തിനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് വറുത്ത സവാള കോരി മാറ്റാം. ഇതുപോലെ വറുത്തതെല്ലാം കോരി മാറ്റുക. പിന്നെ നമുക്കറിയാലോ നമ്മൾ എന്താണ് ഇടേണ്ടതെന്ന്. ആ ഒരു എണ്ണയിലേക്ക് തന്നെ മുന്തിരി ഇട്ട് കൊടുത്തു. മുന്തിരിയും വറുത്ത് കോരിയെടുക്കാം. മുന്തിരി ഇവിടെ ഓവറായിട്ടിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്തിരി ഇട്ടാലും ആ മുന്തിരി പറക്കി കളയുള്ളൂ, അത് കഴിക്കില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഓവറായിട്ട് മുന്തിരി ഇടില്ല. പിന്നെ അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പും വറുത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ സവാള, മുന്തിരി, അണ്ടിപ്പരിപ്പ് എന്നിവ വറുത്ത് ഇതുപോലെ കോരി എടുക്കുക. അതാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ അതും ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കത് കോരിയെടുക്കാം. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്ന സവാള നമുക്ക് മസാലയ്ക്ക് ആവശ്യത്തിനുള്ള സവാളയാണ്. അപ്പോൾ സവാള എല്ലാം ഇട്ടതിന് ശേഷം ഇതുപോലെ നമുക്ക് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക കേട്ടോ. സവാള നമുക്ക് ആദ്യം വഴറ്റിയെടുക്കണം. അപ്പോൾ ഏകദേശം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ തിളച്ച് വരുന്ന ആ വെള്ളത്തിലേക്ക് നമുക്ക് അരി കുതിർത്തി കഴുകിയത് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അരി നന്നായിട്ട് കഴുകി വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഇളക്കിയും കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുത്തില്ലെങ്കിൽ ചോറ് കട്ടി പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വഴറ്റാൻ വച്ചിരുന്ന സവാളയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പം നമ്മൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാട്ടോ എടുക്കുന്നത്. കാരണം 10-20 പേർക്ക് നോമ്പ് തുറക്കാനുള്ള ഐറ്റമാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോറ് ഏകദേശം വെന്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഫസ്റ്റ് അരി കോരിയെടുക്കുകയാണ്, ചോറ് കോരിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ദമ്മിടുന്നത് കൊണ്ട് തന്നെ ഫസ്റ്റിൽ കുറച്ച് നമ്മൾ ആദ്യം കോരിയെടുത്ത് മാറ്റി വയ്ക്കുക. അതിന് ശേഷം വേണം ബാക്കിയുള്ള ചോറ് കോരാൻ വേണ്ടിയിട്ട്. അരി കടിക്കുന്ന രീതിയിലാവും മാറ്റി വയ്ക്കണം. കാരണം വേവ് കൂടുതലായി പോകാതിരിക്കാനാണ്. പിന്നെ നമുക്ക് നമ്മുടെ ബീഫിലേക്ക് ആവശ്യത്തിനുള്ള മസാലകളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, മുളക് പൊടി ഇട്ട് കൊടുത്തു, അതുപോലെ തന്നെ ജീരകപ്പൊടി, പിന്നെ ഗരം മസാല ഇതെല്ലാം നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്ത് നിങ്ങളുടെ ഒരു അളവിനനുസരിച്ച് തന്നെ എടുക്കണം. നമ്മളിവിടെ ഇത്രയും ക്വാണ്ടിറ്റിക്കുള്ള അളവല്ല എടുക്കുന്നത്, അതാണ് ഞാൻ അളവൊന്നും കൂടുതൽ മെൻഷൻ ചെയ്ത് പറയാത്തത്. പിന്നെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ആ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ മസാലയിൽ കിടന്ന് അത് ശരിക്ക് നമുക്ക് ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്ത് നല്ലതുപോലെ ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ സമയത്താട്ടോ ജീരകപ്പൊടി ഇട്ട് കൊടുത്തത്. ഞാനെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നല്ലതുപോലെ ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്യുക, അടി പിടിക്കാതിരിക്കണം.
പിന്നെ നമുക്ക് ഇതിൽ ചേർക്കേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് തൈരാണ് കേട്ടോ. തൈര് നമ്മൾ ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ മസാലയിൽ എല്ലാം പിടിച്ച് നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇതെല്ലാം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മളിവിടെ തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്, അതുകൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് മാറിപ്പോയിട്ടാണ്. പിന്നെ നമ്മൾ പുളിക്ക് ആവശ്യത്തിന് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നാരങ്ങനീരല്ല, വിനാഗിരി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മൾ ഓൾറെഡി ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചിക്കൻ വേവിച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ വേവിച്ചത് ഇതുപോലെ, ചിക്കൻ അല്ല കേട്ടോ, സോറി, ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് വേവിച്ചത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മളതിൽ കമത്തി കൊടുക്കുക. കമത്തി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കാരണം ഓൾറെഡി വേവിച്ചെടുത്തായതുകൊണ്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുത്താലാണ് അതെല്ലാം കൂടി ജോയിൻ്റായിട്ട് അതൊന്ന് തിളച്ച് ഓക്കെ ആയി നമുക്ക് കിട്ടുകയുള്ളൂ. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഏകദേശം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം ദം ഇട്ടതിന് ശേഷം നമ്മൾ ആ സമയമാകുമ്പോൾ ഇളക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ദമ്മിട്ട് ഫുള്ള് കൊടുക്കുക. ദമ്മിട്ടതിന് ശേഷം മൂടി വയ്ക്കുക. മൂടി വെച്ച് നമ്മൾ ഇത് ഇളക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ഗരം മസാലയൊക്കെ ഇട്ട് കൊടുക്കേണ്ടതാണ്. ഗരം മസാല, നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ്, അതായത് സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇതെല്ലാം ചേർത്ത് കൊടുക്കേണ്ടതാണ്. നമ്മൾ നേരെ ചോറ് വേവിച്ച് വെച്ച ചോറ് മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫുള്ള് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ മൂടി വയ്ക്കുകയാണ്. അപ്പോൾ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് മൂടി തുറന്നിട്ട്, അതായത് നമ്മൾ ശരിക്കും വെന്തതിന് ശേഷം കേട്ടോ, നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. നെയ്യ് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. നമ്മൾ നല്ല നെയ്യ് മേടിച്ചിരിക്കുന്ന കേട്ടോ, കമ്പനി പോയി ഡയറക്റ്റ് നല്ല നെയ്യ് മേടിച്ചിരിക്കുന്നതാണ്. അതിനുശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാ സ്ഥലത്തേക്കും പെട്ടെന്ന് മിക്സ് ആവും കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ ബീഫ് ദം നെയ്ച്ചോറ് ഇടുന്നത് കേട്ടോ, ബിരിയാണി ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്നുള്ളതും പറയുക. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇളക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോയി ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഒരിക്കലും കൊതി കൊണ്ടല്ല കേട്ടോ. ഇത് ഇളക്കുന്നത് നമ്മൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷമായിട്ട് ഇളക്കുന്നത്. ഇനിയിപ്പോൾ നോമ്പില്ലയെന്ന് വിചാരിക്കണ്ട. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ നല്ല ചൂടോടെ സെർവ് ചെയ്താൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.